മൈ ഗോഡ്, താൻ ഇന്ന് സാരിയാണ് കൊടുത്തത്. സ്റ്റൈലായിട്ടുണ്ട്. രണ്ടുപേർക്ക് ഒരേ സമയത്ത് ഒരേ ചിന്ത വന്നു അല്ലേ? പക്ഷെ റിസൾട്ടിൽ മാത്രം വ്യത്യാസം. തനിക്ക് വയസ്സ് കൂടി, എനിക്ക് വയസ്സ് കുറഞ്ഞു. മൈ ഗോഡ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല. ഒരിക്കലും. സർ, യു ലുക്ക് ഓസം. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സർ, സാറിന്റെ മുഖത്ത് ഈ ചിരി കണ്ടപ്പോഴാ എനിക്ക് സമാധാനായത്. ഇന്നലെ അച്ഛൻ പറയുന്ന കേട്ട് സാറിന് എന്നോട് ദേഷ്യായി കാണുന്ന ഞാൻ സംശയിച്ചു. അത് ചെറിയൊരു വാസ്തവമില്ലാതില്ല. സത്യം പറഞ്ഞ തന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഭയമാണ് തോന്നിയത്. ഇപ്പോഴും ആ ഭയം പോയിട്ടൊന്നുമില്ലെന്ന് പറയാം. അങ്ങനെ എന്റെ പ്രായത്തെ പറ്റിയും ഡ്രസ്സിനെ പറ്റിയൊക്കെയാണ് ഇപ്പോ മുഴുവൻ ചിന്ത. സത്യം പറഞ്ഞ ഇതൊരു വേഷം കെട്ടൽ തന്നെയാണ്. ഏതായാലും ഒരു കാര്യം മാത്രം, തനിക്കെന്നെ വിശ്വസിക്കാം. എത്ര വയസ്സായാലും മരിച്ചാലും ഒരിക്കലും ഞാൻ തന്നെ വിട്ടുപോയില്ല. പ്രേതമായിട്ട് എവിടെയെങ്കിലും വെച്ച് തന്നെ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിപ്പോ പ്രേതമാകേണ്ട കാര്യമൊന്നുമില്ല സർ. എപ്പ വേണോ സാറിനെ പിടിക്കാം. ഞാൻ റെഡിയാ. You know something? നമ്മളിപ്പോ രണ്ടുപേർ മാത്രം ഒരു ഭാഗത്തും ഈ ലോകം മുഴുവൻ നമ്മുടെ എതിർഭാഗത്തുമാണെന്നുള്ള തോന്നല എനിക്ക്. ആ വലിയ ലോകത്തെ നമ്മൾ എങ്ങനെ നേരിടുമെന്നുള്ള ആശങ്കയും എനിക്കുണ്ടെന്ന് പറയാം. സാറ് പറഞ്ഞത് ശരിയാ. പക്ഷെ ആ വലിയ ലോകത്തെ എനിക്കൊട്ടും ഭയമില്ല സർ. എന്റെ അച്ഛനെ ജയിച്ചാൽ ആ വലിയ ലോകത്തെ ജയിച്ചതിന് തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അച്ഛനെ എങ്ങനെ ജയിക്കുന്ന എനിക്കറിയാത്തത്. അത് നെഗറ്റീവ് തോട്ട്. ഒപ്പം പോസിറ്റീവ് തോട്ട് ഉള്ളത് സാർ എന്നോടൊപ്പം എന്നും ഉണ്ടാകും എന്നുള്ള വിശ്വാസം. അതാണ് എന്റെ ധൈര്യം, എന്റെ വിശ്വാസം. Oh my God! Oh my God! This is too much. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവരെ കാണിക്കുന്നത് രാജാറാം സർ? സാരി ഉടുത്തോണ്ട് വന്ന അവൾക്ക് വയസ്സ് കൂടുമെന്നാണോ കരുതിയത്? ഈ വേഷം കെട്ടലൊക്കെ കാണിച്ച അവൾ ഇനിയും ചെറുതാവുകയുള്ളൂ. വൃത്തികെട്ട പെണ്ണ്. ഇനിയിപ്പൊ അവളുടെ കാര്യം പോട്ടേന്ന് വെച്ചാ തന്നെ നമ്മുടെ രവിവർമ്മൻ സാറിന് ഇത് എന്തു പറ്റി? അവളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നുണ്ടില്ലേ? അല്ല, അതിപ്പോ സാറ് മുമ്പും ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അത് ഓപ്പൺ ഓഫീസ് ഡേക്കല്ലേ. ഇന്ന് പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ല. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന സാറിന്റെ വയസ്സ് കുറയുന്ന സാറ് കരുതിയിരിക്കുന്നെങ്കിൽ ഓ മൈ ഗോഡ്, എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് സിംപ്ലി അനോയിങ്. എന്തായാലും ഇത്തരം മണ്ടൻ ഐഡിയകളൊക്കെ അവളുടെ തലയിൽ ഉദിച്ചിരിക്കാനാ ചാൻസ്. രവിവർമ്മൻ സാറ് അവളുടെ താളത്തിനൊത്ത് തുള്ളാനും. നോ കമന്റ്സ്, സോറി. സാർ അങ്ങനെ ഒഴിയരുത്. രവിവർമ്മൻ സാർ ഇതുപോലത്തെ വിഡ്ഢിവേഷം കെട്ടി നടക്കുമ്പോ സാറിന് അത് എങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവാത്തത്. മുമ്പ് രവിവർമ്മൻ സാർ എന്ത് ചെയ്താലും സെൻസിബിൾ ആയിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷെ എന്ന് അവളുമായിട്ട് അടുത്തോ അതോടെ സാറിന്റെ രവിവർമ്മൻ സാറ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് മാഡവും പറയാറില്ലേ? സാർ ഇപ്പൊ ഹാപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് മാഡം നമ്മൾ വെറുതെ ടെൻഷൻ ആകുന്നത്? നോ നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് രാജാറാം സാർ. രവിവർമ്മൻ സാർ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് രവിവർമ്മൻ സാറിന് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട പോലെയാണ് സാറിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. ആരുടെയോ പ്രേമം പിടിച്ചു പറ്റാനായിട്ട് മാത്രം സാർ ഇത്രത്തോളം ചീപ്പ് ലെവലിലേക്ക് പോകുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല രാജാറാം സാർ. ഐ ആം സോറി.
ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചോളാം. ശരിയെന്നാ. ആ, ഓക്കെ. Wow. You look splendid, man. Srilashmi, awesome. ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? ലൈക്ക് ഓപ്പൺ ഓഫീസ് ഡേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പുതിയ ഡ്രസ് ഇട്ടുകൊണ്ട് വരുമായിരുന്നല്ലോ. ചേട്ടായി, ശ്രീലക്ഷ്മി, ആക്ച്വലി യു ബോത്ത് ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് കപ്പിൾ. മിനിമം ഈ ലുക്കിൽ നല്ല വല്ല ഫാമിലി പ്രോഡക്റ്റിന്റെയും മോഡൽസ് ആക്കാം നിങ്ങളെ. ഏയ് വെയിറ്റ് 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 വെയിറ്റ്, രണ്ടാളുടെയും ഒരു ഫോട്ടോ എടുക്കട്ടെ. കുറച്ചടുത്ത് നിന്ന്. ആൻഡ് ഗിവ് മീ എ സ്മൈൽ. വാവ്, ഓസം, അടിപൊളി. ഏയ് ചേട്ടായി, എന്തൊരു സ്മൈലാ ഇത്. ഇങ്ങനെ ചിരിച്ച് ചേട്ടായിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ വീണ്ടും ചിരി കൊണ്ടുവന്നവൾ നീയാണ് ശ്രീലക്ഷ്മി. എന്റെ ജീവിതത്തിന് വീണ്ടും നിറം തന്നവൾ. എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നുന്നു. ചേട്ടായി ദേഷ്യപ്പെടരുത്, പറയട്ടെ ഞാൻ. പറയ്. രാജനന്ദിനി ഫാബ്രിക്സിന്റെ മോഡൽസായി നിങ്ങളെ രണ്ടുപേരെയും നിർത്തട്ടെ ഞാൻ. ജസ്റ്റ് ബിക്കോസ് യു ബോത്ത് ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ഫാമിലി. ഓ, ഐ എം സോറി. ഫോട്ടോയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. മാർക്കറ്റിംഗിന് ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ശ്രീലക്ഷ്മി, യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ സർ. ഓ, ഐ എം സോറി. ഞാൻ വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങളെ കണ്ട ആവേശത്തിൽ ഞാൻ എന്തിനു വന്നു എന്ന് പോലും മറന്നുപോയി. വി വിൽ ഡു വൺ തിങ്. ശ്രീലക്ഷ്മി, യു മീറ്റ് മീ ലേറ്റർ. We will discuss about Rajnandini products. Okay? Okay, sir. Yeah. Okay. Bye. എന്തു പറയുന്നു? പെർഫെക്റ്റ് കപ്പിൾ. Oh my God. എടുത്ത ഫോട്ടോകൾ അവർക്ക് അയച്ചു കൊടുത്തില്ലല്ലോ. ശ്രീലക്ഷ്മിക്ക് തന്നെ ആദ്യം അയക്കാം. ലെറ്റ് ഹർ എൻജോയ് ദ മൊമെന്റ്. സർ, രഘു സാർ ഫോട്ടോ അയച്ചു തന്നു. രഘുവർമ്മൻ സാർ പറഞ്ഞത് കറക്റ്റാ. പെർഫെക്റ്റ് കപ്പിളിനെ പോലുണ്ട്. ഒപ്പം സാറിനെ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഇതിൽ കാണുന്നത്. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ നന്നായി എന്നല്ലേ താൻ ഉദ്ദേശിക്കുന്നത്? അതോ കൊളമായി എന്നല്ലോ? അയ്യോ സർ, സാർ ഏത് ഡ്രസ് ഇട്ടാലും അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് സാറിന്റെ ട്രേഡ് മാർക്ക് കോട്ട് ആൻഡ് സ്യൂട്ട്. പക്ഷേ ഇതില് ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. മനഃപൂർവ്വം ഇട്ടതുപോലെ. സത്യം പറഞ്ഞ എനിക്ക് എപ്പോഴും സാറിനെ സാറായി കാണാനാ ഇഷ്ടം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് സാറിനെയാ, സാറിന്റെ ഡ്രസ്സുകളെ അല്ല. I know. You are 100% right. അന്ന് അമ്മ ഈ ഓഫീസിൽ വന്നപ്പോ താൻ ഇട്ടുകൊണ്ടുവന്നിരുന്ന ഡ്രസ് an unfit dress for you.
അന്ന് എനിക്ക് തന്നോട് ദേഷ്യം തോന്നിയതിന്റെ കാരണം എന്താണെന്നറിയോ? താനല്ലാതെ മാറിയെന്നുള്ളത്. ഇന്നിതാ നോക്ക്, ഞാനും അത് തന്നെ ആവർത്തിച്ചു. ജസ്റ്റ് ഫോർ എ സില്ലി റീസൺ. സാറിന് അങ്ങനെ തോന്നുന്നോ? അബ്സല്യൂട്ട്ലി. യഥാർത്ഥ പ്രണയത്തിൽ കൃത്രിമത്വം പാടില്ല ശ്രീലക്ഷ്മി. നമ്മൾ തന്നെ ആയിരിക്കണം. പരസ്പരമുള്ള തിരിച്ചറിയലാണ് യഥാർത്ഥ പ്രണയം. തനിക്ക് വേണ്ടിയുള്ള ആൾ ഞാനാണെന്നും എനിക്ക് വേണ്ടിയുള്ള ആൾ താനാണെന്നുമുള്ള നമ്മുടെ തോന്നൽ, അതാണ് പ്രണയം. അല്ലാതെ താൻ എന്റെ പിന്നാലെ 10 വർഷം നടന്നു എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ തന്നെ ഞാൻ 15 വർഷം മനസ്സിൽ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രണയം പരസ്പരമുള്ള കണ്ടെത്തലാണ്, പരസ്പരമുള്ള തിരിച്ചറിയൽ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഷോ. ഇറ്റ്സ് എ റെക്കഗ്നിഷൻ ഓഫ് ഇന്നർ ബ്യൂട്ടി. ഇതൊക്കെ മാഡത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് മാഡം. എല്ലാവരും മാഡത്തിനെ പോലെ ചിന്തിക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. നമ്മുടെ രവിവർമ്മൻ സാറിന് ഇപ്പം 45 വയസ്സ് കഴിഞ്ഞു. സാറിന്റെ ലൈഫിൽ എന്താണോ നഷ്ടപ്പെട്ടിരുന്നത് അതിപ്പോ തിരികെ കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ സന്തോഷമാ സാറിന്. സത്യം പറഞ്ഞ സാറ് സന്തോഷവാനാണെങ്കിൽ നമ്മളും അത് കണ്ട് സന്തോഷിക്കുകയല്ലേ മാഡം വേണ്ടത്? പകരം സാറിന് അടുത്തറിയാവുന്ന മാഡം പോലും ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് ന്യായമാണ്? മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാന്ദ്ര മാഡം നല്ലൊരാളാണ്, വളരെ സന്മനസ്സുള്ള നല്ലൊരു സ്ത്രീ. മാഡത്തിന് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം മാഡം ഒന്ന് റിലാക്സ് ചെയ്യ്. ബി കൂൾ പ്ലീസ്. ഞാൻ അല്പം കഴിഞ്ഞ് വരാം. രവിവർമ്മൻ സാറ് നമ്മുടെ ബോസാണ്, നമ്മുടെ അന്നദാതാവ്. അദ്ദേഹം സന്തോഷവാനായിരിക്കണം, അതാണ് നമ്മുടെ ധർമ്മം. ദാറ്റ്സ് ഓൾ. ഓഫ് കോഴ്സ് രവിവർമ്മൻ സാർ, സാറ് സന്തോഷമായിട്ടിരിക്കുന്നതിൽ ഐ എം സോ ഹാപ്പി. പക്ഷേ സാറിന്റെ സന്തോഷത്തിന്റെ കാരണക്കാരി അവളാണെന്ന് ചിന്തിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. Bloody stupid. അവളെക്കാൾ എത്രയോ ഉയരെയാണ് രവിവർമ്മൻ സാറ്. അവൾക്കൊരിക്കലും സാറ് മാച്ച് ആവില്ല, ഒരിക്കലും. അവർക്ക് രണ്ടാൾക്കും അതേപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് കഷ്ടം. എന്നാലും രാജാറാം സാർ പറയുന്നതിൽ പകുതി ഞാൻ അംഗീകരിക്കുന്നു, രവിവർമ്മൻ സാറിന്റെ ക്ഷേമം. പക്ഷേ അവൾ അങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. അവളുടെ നാശം എന്നെ കൊണ്ടാ. ഈ സാൻഡ്രയുടെ ധർമ്മം അതാ, രവിവർമ്മൻ സാറിന്റെ സന്തോഷം. പക്ഷെ ശ്രീലക്ഷ്മിക്ക് ഞാൻ സങ്കടമേ വിധിക്കൂ, സങ്കടം മാത്രം. സരോജം, എന്താ ഇത്? അവിടെ അടുക്കളയിൽ നീ ബിരിയാണി വെക്കൊന്നുമല്ലല്ലോ. നേരം കുറയായി, എനിക്ക് പോണം. വരും ശ്രീടച്ച.
അതെ, ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ചെല്ലുന്നതാ. താമസിച്ചെന്ന സഹദേവ മുതലാളിയുടെ നിറം മാറും. ഓന്തിന്റെ ജാതിയാ സാധനം. ദാ, ചായ. ആ. ഹലോ, ഗുഡ് മോർണിംഗ്. ആ. ചിറ്റപ്പൻ ഇറങ്ങിയല്ലേ? ഉം. ദാ കുഞ്ഞമ്മേ, എന്റെ തന്നയിച്ച ചിറ്റപ്പന്റെ ഹെൽത്ത് റിപ്പോർട്ടും ബില്ലും. ആ, ശ്രീകുട്ടി ഈ കാര്യം ഓഫീസിൽ സംസാരിച്ചല്ലോ. ഇനി അവര് നോക്കിക്കോളും ഈ പേയ്മെന്റും കാര്യങ്ങളും. പിന്നെന്തിനാ ചിറ്റപ്പ ഇതൊക്കെ എന്റെ കയ്യിൽ തന്നുവിട്ടത്? സോറി, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അല്ല മായേ, കമ്പനിയിലെ ജീവനക്കാർക്ക് ഇതുപോലത്തെ സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെന്തിനാ രവിവർമ്മൻ സാറ് വ്യക്തിപരമായിട്ട് നമ്മുടെ ബില്ലൊക്കെ അടയ്ക്കാൻ നിന്നത്? ഛേ, അതിപ്പോ അന്നേരത്തെ ധൃതിയിൽ ബില്ലടച്ചതായിരിക്കും. ചികിത്സ താമസിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ഓ, അദ്ദേഹം വലിയ ആളല്ലേ, അല്പം മുൻകൂട്ടി എല്ലാം ചെയ്യാൻ ശ്രമിക്കും. ആ. എന്തായാലും ചിറ്റപ്പം വെറുതെ ടെൻഷൻ ആവണ്ട. ശ്രീകുട്ടി ഓഫീസിൽ എല്ലാം സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഛേ, എന്നാലും അത് ശരിയല്ല. മനസ്സിലെന്തോ ഒരു ഭാരം പോലെ. അത് മനസ്സിൽ നിന്ന് കളയി ശ്രീടച്ച. അല്ല, പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് പോയി നോക്കിട്ട് എന്തായി? ശ്രീടച്ച, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? ഓ, എന്തും മിണ്ടാനാ. സരോജം, എന്റെ അച്ഛൻ ഒന്നുമില്ലാത്ത ആളാണെന്ന് മോള് പറയാൻ പാടില്ല ഒരിക്കലും. സത്യം പറഞ്ഞ സേവിങ്സ് അക്കൗണ്ടിൽ വലിയ തുകയൊന്നും കിടപ്പില്ല അവിടെ. വല്ലപ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയി കിട്ടുന്ന കുറച്ച് കാശ്, അത്ര തന്നെ. അത് മോളുടെ കല്യാണത്തിന് വേണം ഉപയോഗിക്കാൻ, എന്റെ ചികിത്സയ്ക്കല്ല. എന്നാ രവി സാറ് ബില്ലടച്ചതിനോട് പൊരുത്തപ്പെടാനും എനിക്ക് പറ്റുന്നില്ല. കാശില്ലാത്തവന്റെ ഓരോരോ ധർമ്മസങ്കടങ്ങളാ. ചിലപ്പോ തോന്നും നമ്മളെപ്പോലുള്ള ദാരിദ്ര്യവാസികള് അഭിമാനം തലയെ കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും നടന്നു. ഇതൊരു തരം ബാധ്യതപ്പെടല. നാളെ ഈ കൊച്ചു ഉപകാരപ്പെടലിന് പകരമായി ചങ്ക് പറിച്ചു തരുമെന്ന് ചോദിക്കാതിരുന്നാ മതിയായിരുന്നു.